ഇത് ചുവപ്പാണ്, വെള്ളയുമുണ്ട്. വെള്ളയും തീരെ മോശമല്ല. വെള്ളയും അത് നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. അതും നല്ല വണ്ണമാണ് വെണ്ടയ്ക്ക. ഇതിപ്പോൾ വിത്തിന് വേണ്ടി വിട്ടയ്ക്കാണ്. ഇത് പാകമായില്ല. ഇഷ്ടം പോലെ കായും അടത്തിട്ടുണ്ട്. കായ അടത്തേക്കുന്നത് കാണാം. അതിൻ്റെ ഞെട്ടുകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മൂടാണ്. എത്ര ശിഖരമാണെന്ന് നോക്കണം. ഈ ശിഖരങ്ങളിലും കായാണ്. ഇന്നും ഒരു 2-3 മാസം കൂടെ ഇതിൽ നമുക്ക് കായ എടുക്കാൻ കിട്ടും. വെണ്ട കൃഷി നഷ്ടമൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ആദായമുള്ള കൃഷിയാണ്. നമസ്കാരം, അനുഗ്രഹാസ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തങ്കയൻ ചേട്ടന്റെ വ്ലാത്താങ്കര ചീര കൃഷി കണ്ടു. വ്ലാത്താങ്കര ചീര വിത്ത് സൗജന്യമായി ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വെണ്ട കൃഷിയാണ്. ആനക്കൊമ്പൻ വെണ്ടയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇത്തവണയും നമ്മൾ വിത്ത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അതിനായി വീഡിയോ മുഴുവനായി കാണുക. ആനക്കൊമ്പൻ വെണ്ട ചുവപ്പും പച്ചയുമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കൃഷിയൊക്കെ ഒന്ന് കാണാം. 1/2 കിലോയോളം വരും. വെള്ള വെണ്ടയ്ക്കയുടെ കനം കണ്ടോ? അത് ചുവപ്പ് പോലെയല്ല, ഭയങ്കര വർണ്ണമാണ്. അപ്പോൾ നമുക്ക് ഈ വെണ്ടയുടെ കൃഷി രീതിയൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഈ ആനക്കൊമ്പൻ വെണ്ടയ്ക്ക് ചേട്ടാ എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്നത്? ഞാൻ വ്ലാത്താങ്കര ചീരയുടെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് പ്രത്യേകം ആനക്കൊമ്പൻ വെണ്ട കൃഷിയും ചെയ്യുന്നുണ്ട്. അത് ചുവപ്പും ചെയ്യുന്നുണ്ട്, വെള്ളയും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ ആദായമാണ്. അത് വിത്ത് വെറൈറ്റി ആയിട്ടുള്ളത് വിത്ത് നമ്മൾ വാങ്ങി തന്നെ, നല്ല ഇനം വിത്ത് ചെന്ന് അറിയാമെന്നുള്ളിടത്ത് നിന്ന് വാങ്ങി തന്നെ അത് നടണം. അത് 2 അടിയോളം അകലം കൊടുക്കണം. വിത്ത് വെണ്ട നടുന്ന സ്ഥലം എത്രത്തോളം അകലമുണ്ടോ അത്രയ്ക്കും അതിൻ്റെ ശിഖരങ്ങളും എല്ലാം കൂടെ കിടന്ന് ശോഷിക്കാതെ ഇത്തിരി വളർന്നു വരും പുഷ്ടിയോടെ. അത് 2-3 പ്രാവശ്യത്തെ വളവും ചെയ്യപ്പോഴത്തേക്ക് തന്നെ അത് 45-ാമത്തെ ദിവസം നമുക്ക് ആദായം കിട്ടാൻ തുടങ്ങി. ചേട്ടാ, അതിന് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യത്തെ വളം ഫേറ്റം പോസും, പിന്നെ 2 പ്രാവശ്യം യൂറിയയും കോഴിവളവും മാത്രമേ ഉപയോഗിക്കൂ. ഇതിന് കീടങ്ങളൊക്കെ വരാറുണ്ടോ? കീടങ്ങളൊക്കെ വരാറുണ്ട്. അത് വലിയ ഇതില്ല. മൊസൈക്ക് രോഗം വരാറുണ്ട്. അതിൻ്റെ മണ്ടപ്പുഴു വരുന്നുണ്ട്. ആ മണ്ടപ്പുഴുവിനെ നമുക്ക് എടുത്തു മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. എടുത്തു മാറ്റുമ്പോഴത്തേക്ക് ആ കൊണ്ട പിന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ശിഖരങ്ങൾ വീണ്ടും പുഷ്ടിയോടെ വരും. അല്ല, നമ്മൾ വേറെ മരുന്നൊന്നും വെണ്ടയ്ക്ക് വലുതായിട്ടൊന്നും മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൊസൈക്ക് രോഗത്തിന് വെള്ളീച്ചയുടെ ശല്യമാണെന്ന് പറഞ്ഞ് അവർ കൃഷിമല്ലെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. എനിക്കത് ശാശ്വതമായിട്ട് തോന്നുന്നു. മണ്ണൊരുക്കുന്നതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട മണ്ണ് കിളച്ച് നമ്മൾ ചീര കൃഷി പോലെ മണ്ണ് കിളച്ചൊരുക്കിയിട്ട് ഡോളോമിറ്റെങ്കിലും ഇട്ടിട്ട് 2 അടി അകലത്ത് കുഴി റെഡിയാക്കി അങ്ങനെ നടന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ തടം എടുത്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണോ? തടം കൊടുക്കണം. തടം വേണം അതിൻ്റെ വളപ്രയോഗത്തിനും വെള്ളം ഒഴിക്കുന്നതിനും. അപ്പോഴേ ആ വെണ്ടയുടെ ചുവട്ടിൽ നിന്നുള്ള ഈർപ്പം പെട്ടെന്ന് മാറില്ല തടം ഉണ്ടാക്കി. പിന്നെ എന്തെങ്കിലും പച്ചില കുഴയൊക്കെ കൊടുക്കാം, പച്ചില വളമായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മറ്റു വെണ്ടേക്കാളും ഇതിന് ടേസ്റ്റ് കൂടുതലാണോ? എങ്ങനെയാണ്? ടേസ്റ്റും കൂടുതൽ നമുക്ക് വിൽക്കാനും നമുക്ക് ഇത് ലാഭമാണ്. കാരണം ഇത് 5 വെണ്ടയ്ക്ക മതി 1 കിലോയ്ക്ക്. മറ്റേ 10 വെണ്ടയ്ക്കെങ്കിലും പറ്റും. മറ്റു വെണ്ടേക്കാളും നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റാണ്, നല്ല കൊഴുപ്പാണിത്, നല്ല വിഴുവിഴുപ്പാണ് ഈ വെണ്ടയ്ക്ക. വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ഗുണമേന്മയുണ്ടാകും. ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തോ മറ്റേതെങ്കിലും വിത്തോ വ്ലാത്താങ്കര ചീരയുടെ വിത്തോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ അനുഗ്രഹ സീഡ്സ് വേൾഡ് വഴിയോ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇത്തവണയും ഫ്രീ സീഡ്സ് കൊടുക്കുന്നുണ്ട്. ആദ്യം കമൻറ്റ് ചെയ്യുന്ന 20 പേർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വെണ്ടയുടെ വിത്ത് സൗജന്യമായി അയക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം.
ആദ്യം വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവർ എനിക്ക് അയച്ചു തരിക. കവറിൽ ഞാൻ വിത്തിട്ട് തിരിച്ച് അയച്ചു തരുന്നതാണ്. കവർ അയക്കേണ്ട അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കവറിൽ ഏത് വെണ്ടയാണ് വേണ്ടതെന്ന് പ്രത്യേകം എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്